നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ പിടികൂടാൻ കൾച്ചറൽ വനംവകുപ്പ് കെണി സ്ഥാപിച്ചു. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവിറക്കിയതിനെ തുടർന്നാണ് കെണി സ്ഥാപിച്ചത്. കാലം തെറ്റിയ മഴ പെയ്തിറങ്ങിയത് ബീരാൻകുട്ടി എന്ന കർഷകന്റെ സ്വപ്നങ്ങൾക്ക് മേൽ. ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപ്പൊട്ടി സ്വദേശി വലിയാട്ട് ബീരാൻകുട്ടിയുടെ പെരുമ്പത്തൂർ പാടശേഖരത്തിലെ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത്. എടക്കര ബൈപ്പാസ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് PV അൻവർ MLA അറിയിച്ചു. ബൈപ്പാസ് നിർമ്മാണം പുരോഗമിക്കുന്ന മേനോൻപൊട്ടി പ്രദേശം MLAയും സംഘവും സന്ദർശിച്ചു. ചന്തക്കുന്നിലെ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. മമ്പാട് സ്വദേശി പൈക്കാടൻ ഹനാൻ എന്ന യുവാവിനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധി നീതിയുടെ വിജയമാണെന്ന് PV അബ്ദുൾ വഹാബ് MP. രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന വിധിയാണെന്നും MP. വാർത്തകൾ വിശദമായി. അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ പിടികൂടാൻ കൾച്ചറൽ വനം വകുപ്പ് കെണി സ്ഥാപിച്ചു. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവിറക്കിയതിനെ തുടർന്നാണ് തേൻ ഭക്ഷണമായി വെച്ച് കെണി സ്ഥാപിച്ചത്. അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ പിടികൂടാൻ കൾച്ചറൽ വനം വകുപ്പ് കെണി സ്ഥാപിച്ചു. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവിറക്കിയതിനെ തുടർന്നാണ് തേൻ ഭക്ഷണമായി വെച്ച് കെണി സ്ഥാപിച്ചത്. ചുള്ളിയോട് TK കോളനി, ആന്റണിക്കാട്, തേൾപ്പാറ, ചേലോട്, ഉളർവട്ടം ഭാഗങ്ങളിലാണ് കരടിയുടെ ശല്യം രൂക്ഷമായത്. ഒരു മാസത്തിനിടയിൽ 200-ലേറെ തേൻപെട്ടികളാണ് നശിപ്പിച്ചത്. ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കരടിക്ക് മുൻപിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ടവർ അനവധിയാണ്. കഴിഞ്ഞ ദിവസം ചുള്ളിയോട് കൽച്ചറ ഭാഗത്ത് കടന്നുപോകുന്ന കരടിയെ നേരിൽ കണ്ട പ്രദേശവാസികൾ കരടിയുടെ ദൃശ്യം മൊബൈലിൽ പകർത്തിയിരുന്നു. കരടി ഭീതിയാൽ ജീവിതം തന്നെ ദുസ്സഹമായ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു. ഒരു മാസത്തോളമായിട്ടും കരടിയെ പിടികൂടുവാൻ വനപാലകരുടെ ഭാഗത്തു നിന്നും നടപടിയില്ലാത്തതിനാൽ പ്രതിഷേധ മാർച്ച് അടക്കം നടത്തിയിരുന്നു. പ്രശ്നം നിലമ്പൂർ സൗത്ത് DFO, പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുഖേന PCCF-നെ രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും പാലിച്ച് കൂടുവച്ച് കരടിയെ പിടികൂടുവാനും വെറ്റിനറി പരിചരണം നൽകി കരടിയെ സമ്മർദ്ദത്തിലാക്കാതെ ഉൾക്കാട്ടിൽ വിട്ടയക്കാനുമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതുപ്രകാരമാണ് ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ അമീൻ അഹ്സന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ യാസർ കുറുണിയൻ, അജിത് ആന്റണി, വാച്ചർമാരായ അജയൻ, സന്ദീപ്, നിഷാദ് എന്നിവർ ചേർന്ന് കൾച്ചറയിൽ കൂട് സ്ഥാപിച്ചത്. കാലം തെറ്റിയ മഴ പെയ്തിറങ്ങിയത് ബീരാൻകുട്ടി എന്ന കർഷകന്റെ സ്വപ്നങ്ങൾക്ക് മേൽ. ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപ്പൊട്ടി സ്വദേശി വലിയാട്ട് ബീരാൻകുട്ടിയുടെ പെരുമ്പത്തൂർ പാടശേഖരത്തിലെ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത്. കാലം തെറ്റിയ മഴ പെയ്തിറങ്ങിയത് ബീരാൻകുട്ടി എന്ന കർഷകന്റെ സ്വപ്നങ്ങൾക്കുമേൽ. ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപ്പൊട്ടി സ്വദേശി വലിയാട്ട ബീരാൻകുട്ടിയുടെ പെരുമ്പത്തൂർ പാടശേഖരത്തിലെ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച നെൽക്കൊയ്തെടുത്ത് പാടശേഖരത്തിലിടുന്നതിനിടയിൽ തിമിർത്ത് പെയ്ത മഴയിലാണ് നെൽക്കറ്റുകൾ വെള്ളത്തിലെ ചളിയിൽ പൂണ്ടത്. ഇതിലൊരു ഭാഗം പുറത്തെടുത്ത് കഴുകി ഉണക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇന്നലെ വീണ്ടും മഴ ചതിച്ചു. കറ്റുകൾ പൂർണ്ണമായും നശിച്ചു. 6 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്തും സ്വന്തമായുള്ള 2 ഏക്കർ സ്ഥലത്തുമാണ് നെൽകൃഷി നടത്തിയത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം താൽക്കാലിക ഷെഡ് കെട്ടി അതിൽ കാവൽ കിടന്ന് ബീരാൻകുട്ടി സംരക്ഷിച്ചു കൊണ്ടുവന്ന നെല്ലാണ് കാലം തെറ്റി പെയ്ത മഴയിൽ നശിച്ചത്. 2.5 ലക്ഷം രൂപയുടെ നെല്ലും 1 ലക്ഷം രൂപയുടെ വൈക്കോലും കിട്ടേണ്ടതായിരുന്നു. 1 രൂപയുടെ വൈക്കോൽ പോലും ലഭിക്കില്ല. മഴയത്തു നിന്നും ശേഖരിക്കുവാൻ കഴിഞ്ഞ നെല്ല് ഉണക്കി എടുത്ത് വിറ്റാൽ പരമാവധി കിട്ടുക 50,000 രൂപ മാത്രമായിരിക്കുമെന്നും ബീരാൻകുട്ടി പറയുന്നു. ഞാനൊരു കർഷകനാണ്. എൻ്റെ നെൽകൃഷി മൊത്തം നശിച്ചു പോയി. ഞാൻ ഇപ്പം വണ്ടി വെട്ടിക്കാണ്ട് 6 ഏക്കർ പാട്ടക്കൃഷിയും 2 ഏക്കർ സ്വന്തമായിട്ട് നെൽകൃഷി ഉണ്ടാക്കേണ്ട ആളാണ് ഞാൻ. അതിൽ മൊത്തം കഴിഞ്ഞ ബുധനാഴ്ച വെട്ടി മൊത്തം നെല്ല് വണ്ടി കയറി പോണതിൻ്റെ മുന്നേ മഴ പെയ്തിട്ട് മൊത്തം നെല്ല് വെള്ളത്തിൽ പോയി.
പോയി എന്നല്ല ഞാൻ അവിടുന്ന് മുഖപ്പാട് ആറ്റി കുറേച്ചൊക്കെ വാരി കൊടുന്നിട്ട് ഒരു 3-4 ലക്ഷം ഉറുപ്പിന് പിന്നെ ചിലവ് വന്ന സാധനത്തിൽ കിട്ടിയാൽ വല്ലതും ഒരു 10-50,000 ഉറുപ്പിൻ്റെ മോളിൽ കിട്ടിയാൽ കിട്ടി. അതെൻ്റെ അപ്പോൾ വൈക്കോല് മൊത്തമായിട്ട് നശിച്ചു പോയി. 100-150 പിന്നെ ഒരു 10-500 കിട്ടും വൈക്കോല് മൊത്തം. എൻ്റെ കന്നാളപ്പോൾ നിങ്ങൾക്ക് പിന്നാമ്പത്ത് കാണാൻ എൻ്റെ കന്നാൾ നിൽക്കണേ ഞായറ്റക്ക് വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഞാൻ വൈക്കോല് വിലക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അവസ്ഥ വളരെ മോശം. പിന്നെ വേറൊരു പണി നമുക്ക് അറിയില്ല. ആകെ നമുക്ക് അറിയുന്നൊരു പണി മാത്രമാണ് നെൽകൃഷി. ഞാൻ 12 വയസ്സിൽ തുടങ്ങിയ ഏർപ്പാടാണ്. ഇപ്പോൾ 16-17 വയസ്സായി. ഇന്നും അത് നിലനിർത്തി കൊണ്ടുവരിക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമല്ല. ആ ബാങ്കിലാണെങ്കിൽ ആ ഗ്രാമീണങ്കിൽ ഞാൻ 3-4 ലക്ഷം ഉറുപ്പിക ലോൺ വാങ്ങിക്കാനായി പണി മുഴുവൻ ചെയ്യും. പാട്ടം മറ്റും മറിച്ചും എൻ്റെ അവസ്ഥ വളരെ മോശം. സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും എന്നെ സഹായിക്കാൻ കഴിഞ്ഞാൽ കഴിയും. അതല്ലെങ്കിൽ നമ്മളെ വക കട്ടപ്പോകയാണ്. വേറൊരു മാർഗ്ഗം എന്നെ സംബന്ധിച്ചില്ല. ആകെ പുറത്തം മുട്ടൊരവസ്ഥയിലപ്പം ഞാൻ. അകമ്പാടം ഗ്രാമീണ ബാങ്കിൽ നിന്ന് 4 ലക്ഷം രൂപ വായ്പ എടുത്താണ് നെൽകൃഷി നടത്തിയത്. നെൽകൃഷിയോടുള്ള സ്നേഹമാണ് 67-കാരനായ ബീരാൻകുട്ടിക്ക്. 12ാമത്തെ വയസ്സിൽ നെൽകൃഷി തുടങ്ങിയ കർഷകനാണ് ഇദ്ദേഹം. തന്റെ അധ്വാനത്തിന്റെ ഫലം മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥയാണ് ബീരാൻകുട്ടിയുടെ വാക്കുകളിൽ ഉള്ളത്. നെൽകൃഷിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കൊയ്തെടുത്ത നെല്ലിന് ഇൻഷുറൻസ് ലഭിക്കില്ല. നെൽകൃഷിക്ക് അതിന്റെ വളർച്ചയുടെ കാലത്ത് നാശം സംഭവിച്ചാലാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. മഴയിൽ നശിച്ച തന്റെ നെല്ലിന് നഷ്ടപരിഹാരം നൽകുവാൻ കൃഷി വകുപ്പും സർക്കാരും ഇടപെടണം എന്നാണ് ഈ കർഷകന്റെ ആവശ്യം. കൃഷിക്കായി എടുത്ത വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യത്തിന് മുൻപിൽ ബീരാൻകുട്ടിക്ക് മറുപടിയില്ല. എടക്കര ബൈപ്പാസ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് PV അൻവർ MLA അറിയിച്ചു. ബൈപ്പാസ് നിർമ്മാണം പുരോഗമിക്കുന്ന മേനോൻപൊട്ടി പ്രദേശം MLAയും സംഘവും സന്ദർശിച്ചു. എടക്കര ബൈപ്പാസ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് PV അൻവർ MLA അറിയിച്ചു. ബൈപ്പാസ് നിർമ്മാണം പുരോഗമിക്കുന്ന മേനോൻപൊട്ടി പ്രദേശം MLAയും സംഘവും സന്ദർശിച്ചു. ബൈപ്പാസിന് പുതിയ റോഡ് നിർമ്മിക്കുന്നതിന് നിശ്ചയിച്ച അലൈൻമെന്റ് പ്രകാരമുള്ള മേനോൻപൊട്ടി പ്രദേശത്ത് റോഡിന്റെ ഇരുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. മലയോര ഹൈവേയുമായി ബന്ധിപ്പിച്ച് എടക്കര കലാസാഗറിൽ നിന്ന് ആരംഭിച്ച് മേനോൻപൊട്ടി കാറ്റാടി പുന്നപ്പുഴയോട് ചേർന്ന് പോകുന്ന മൂത്തേടം പഞ്ചായത്തിലേക്കുള്ള മലയോര ഹൈവേയിൽ ചേരുന്നതാണ് എടക്കര ബൈപ്പാസ്. MLAയുടെ ഇടപെടലിനെ തുടർന്ന് 4,40,00,000 എടക്കര ബൈപ്പാസിന് സർക്കാർ അനുവദിച്ചത്. പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനവും ജനകീയ പങ്കാളിത്തത്തോടെ ഉടൻ നടക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. CPIM ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി PK ജിഷ്ണു, ജനപ്രതിനിധികളായ സോമൻ പാർലി, സന്തോഷ് കപ്രാട്ട്, സനൽ പാർലി, PN അജയ്കുമാർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ചന്തക്കുന്നിലെ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. മമ്പാട് സ്വദേശി പൈക്കാടൻ ഹനാൻ എന്ന യുവാവിനെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷോപ്പിലെ ഫെസ്റ്റിന്റെ ഭാഗമായി ഷോപ്പിന് മുൻവശം പ്രദർശനത്തിന് വെച്ച 8,000 രൂപയോളം വില വരുന്ന ആക്സസറീസ് ആണ് ഇയാൾ മോഷ്ടിച്ചത്. ഷോപ്പിലെ മാനേജറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സെക്യൂരിറ്റി ജീവനക്കാരൻ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു. ട്രെയിനിൽ എറണാകുളത്തേക്ക് കടക്കുവാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത്. മോഷണ വസ്തുക്കൾ ഇയാളിൽ നിന്നും കണ്ടെടുത്തു. 17ാം വയസ്സിൽ വീട്ടമ്മയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഹനാൻ. ഈ കേസിൽ കുറച്ചുകാലം ജുവനൈൽ ഹോമിലായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. SI തോമസ് ഊട്ടി ജോസഫ്, CPOമാരായ പ്രിൻസ് K, ജിതിൻ, അനസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബിൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധി നീതിയുടെ വിജയമാണെന്ന് PV അബ്ദുൽ വഹാബ് MP. രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന വിധിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 18ാമത് പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ മെഗാ സ്റ്റേജ് ഷോയിലെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിൽക്കിസ് ബാനു കേസിലെ സുപ്രീം കോടതി വിധി നീതിയുടെ വിജയമാണെന്ന് PV അബ്ദുൽ വഹാബ് MP. രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന വിധിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 18ാമത് പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ മെഗാ സ്റ്റേജ് ഷോയിലെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതി ഈ പ്രാവശ്യം ഇടപെട്ട് ഇതുപോലുള്ള ജഡ്ജിമാർ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ അറിഞ്ഞ ഇന്നലെ സുപ്രീം കോടതിയുടെ വിധിയും അതുപോലെ തന്നെ ഗസയിലെയും മറ്റു ലബനാനിലെയും ഒക്കെ ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ അവരുടെ ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഓരോ ദിവസവും അവർ എഴുന്നേൽക്കുന്ന ഏത് രൂപത്തിലാണെന്ന് എനിക്കറിയാം. നമ്മൾ പാട്ടുത്സവം നടത്തുമ്പോൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ധാരാളം ആൾക്കാർ കണ്ണുനീരോടെ അടുത്ത നിമിഷങ്ങളെ പറ്റി ആലോചിച്ചിരിക്കുന്ന സന്ദർഭം കൂടിയാണ് നമുക്ക് ഓർമ്മ വേണം. പാട്ടുത്സവ് ചെയർമാൻ ആര്യടൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. 18 വർഷമായി ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ
നിലമ്പൂരുകാരെ ഒരുമിപ്പിക്കുന്ന വേദിയാണ് പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇരുൾ പരക്കുന്ന കാലത്ത് നിലമ്പൂരിന്റെ സ്നേഹത്തിന്റെ വെളിച്ചമാണ് പാട്ടുത്സവമെന്ന മുഖ്യ പ്രഭാഷണം നടത്തിയ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. 13ാം നൂറ്റാണ്ട് തൊട്ട് നിലമ്പൂരിനെ സജീവമാക്കിയ ഒരു സംസ്കൃതിയുടെ പേരാണ് പാട്ടുത്സവം. അതിനെ അടിത്തട്ടിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും ജനകീയമാക്കിയത് 2006 നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കെ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്താണ്. അന്നു മുതൽ ഞാനിവിടെ വരുന്നു. പലതും പ്രസംഗിക്കാനല്ല വാസ്തവത്തിൽ വരുന്നത്. എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു ഉത്തേജനം, ആവേശവും ഉണ്ടാവും. ഈ നാടിപ്പോഴും സൗഹൃദത്തിലും സ്നേഹത്തിലും പുലരാനായി സംസ്കാരത്തിന്റെ ഉത്സവങ്ങൾ നമ്മൾ നിലനിർത്തുന്നു. ഇത്തരം ഉത്സവങ്ങളുടെ ഒരു ഗുണം അതാണ്. കലയും സംസ്കാരവും സർഗാത്മകതയും ഉള്ളിടത്ത് കലാപങ്ങൾ ഉണ്ടാവുകയില്ല. കലയുള്ളിടത്ത് കലാപവും കലഹവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഹാറാണി ഗ്രൂപ്പ് MD ഷൈജു കെ ഡേവിഡ്, റോക്ക് ഡെയിൽ MD സലാം ബാവ, പാലോളി മെഹബൂബ്, അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ, യു നരേന്ദ്രൻ, PV സനിൽകുമാർ, വിൻസൻ എ ഗോൺസാഗ, ഷാജി കെ തോമസ്, അനിൽ റോസ്, CK മുഹമ്മദ് ഇഖ്ബാൽ, ഷബീർ അലി മുക്കട്ട, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, മുസ്തഫ കളത്തുംപടിക്കൽ എന്നിവർ സംസാരിച്ചു. യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ നഗരസഭ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും, റോട്ടറി ക്ലബ്ബ്, ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ, നിലമ്പൂർ പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ 2024 ഭാഗമായി സംഘടിപ്പിച്ച മെഗാ സ്റ്റേജ് ഷോ ജനുവരി 12 മുതൽ 15 വരെ പാട്ടുത്സവം കാർണിവലിനോട് സമീപം പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടത്തിപ്പെടുമെന്ന് ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു. യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ നഗരസഭ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും, റോട്ടറി ക്ലബ്ബ്, ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ, നിലമ്പൂർ പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ 2024 ഭാഗമായി സംഘടിപ്പിച്ച മെഗാ സ്റ്റേജ് ഷോ ജനുവരി 12 മുതൽ 15 വരെ പാട്ടുത്സവം കാർണിവലിനോട് സമീപം പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ നടത്തപ്പെടുമെന്ന് ചെയർമാൻ മാട്ടുമൽ സലീം അറിയിച്ചു. നമ്മുടെ മെഗാ ഷോകൾ ഈ 12 മുതൽ നടക്കുന്ന 15 വരെയുള്ള വലിയ മെഗാ ഷോകളെല്ലാം തന്നെ നമ്മുടെ നിലമ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാർണിവലിനോട് അടുത്തുള്ള ഒരു സ്ഥിരം സ്റ്റേജിലേക്ക് മാറ്റണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ വരെ നമ്മുടെ 10 വരെ നടന്നിരുന്ന കോവിലങ്ങോടിലല്ല നമ്മുടെ മെഗാ ഷോകളും അതുപോലെ തന്നെ അനുബന്ധ പരിപാടികളും നടക്കുന്നത്. അതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ കാർണിവലിനോട് ചേർന്നുള്ള പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയം സ്റ്റേജിൽ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ 2024 ജനുവരി 1 മുതൽ നിലമ്പൂർ കോവിലകം ക്രോസ് റോഡിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ച് ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളുടെ തുടക്കം കുറിച്ച പരിപാടി അമേച്ചർ നാടകോത്സവത്തോടുകൂടിയാണ് നാട്ടുത്സവ വേദിയെ സമാപിച്ചത്. പാട്ടുത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ സ്റ്റേജ് ഷോ നേരത്തെ ഈ പ്രദേശത്താണ് തീരുമാനിച്ചത് എങ്കിലും സമീപത്തുള്ള ആശുപത്രിയുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്ന അഭിപ്രായം മാനിച്ചുകൊണ്ട് കോടതിപ്പടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാർണിവലിന് സമീപത്തായി പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടത്തപ്പെടും. ജനുവരി 12 മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന കലാസന്ധ്യ അരങ്ങേറും. നവാഗത സംവിധായകനായ സജിൽ മമ്പാട് സംവിധാനം ചെയ്യുന്ന കടകൻ എന്ന സിനിമയിലെ അണിയറ പ്രവർത്തകർ അണിയിച്ചൊരുക്കുന്ന കടകൻ മെഗാ ഷോ ജനുവരി 13 അരങ്ങേറും. പ്രശസ്ത ഗായിക ലക്ഷ്മി ജയൻ അണിയിച്ചൊരുക്കുന്ന സംഗീത വിരുന്നും താമ്പൂലം മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന മെഗാ ഷോയും റൺവേ ബീറ്റ്സ് ഒരുക്കുന്ന ഫാഷൻ ഷോയും 14 നടത്തപ്പെടും. മെഗാ ഷോയുടെ സമാപന ദിവസമായ 15 ശിഖ പ്രഭാകരൻ, ഫൈസൽ റാസി ഒന്നിക്കുന്ന പെർഫോമിംഗ് ലൈവ് ഉറുമി നടത്തപ്പെടും. കലാപരിപാടികൾക്ക് മുന്നോടിയായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കെനാത്തോപ്പിൽ എന്നിവർ പറഞ്ഞു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണത്തിനായി മമ്പാട് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 മമ്പാട് വെച്ച് മെഗാ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണത്തിനായി മമ്പാട് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നു. ഈ മാസം 23 മമ്പാട് വെച്ച് മെഗാ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. മമ്പാട് പാലിയേറ്റീവ് അതിന്റെ സേവന രംഗങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അടുത്ത ഒരു വർഷത്തേക്കുള്ള
പ്രവർത്തനങ്ങൾക്ക് ഉള്ള മൂലധനമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഗാ ബിരിയാണി ചലഞ്ച് ജനുവരി 23 തീയതി നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇതിന് മമ്പാടുള്ള സകലരുടെയും സഹായം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാചക വിദഗ്ധരുടെ സേവനമാണ് എടുത്തു പറയേണ്ടത്. അവരുടെ സേവനം ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന അവരുടെ ചിലവ് അവർ ഫ്രീ ആയി ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ, അതേപോലെ മറ്റ് വാഹനങ്ങൾ, പലവിധ ജോലികൾ ചെയ്യുന്ന മറ്റുള്ളവർ, ഡെക്കറേഷൻ കാർ, ഇങ്ങനെ വിവിധ തരങ്ങളിൽപ്പെട്ട എല്ലാ വിദഗ്ധ തൊഴിലാളികളും ഈ രംഗത്ത് ഈ സംരംഭം വിജയിപ്പിക്കാൻ അതിയായി മെനക്കെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സേവനം ചെയ്യുന്നുണ്ട്. ബിരിയാണി ചലഞ്ചിലൂടെ പാലിയേറ്റീവ് കെയർ 1 വർഷത്തെ പ്രവർത്തനത്തിനായുള്ള ഫണ്ടാണ് സമാഹരിക്കുന്നത്. ബിരിയാണി തയ്യാറാക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമുള്ള ചിലവുകൾ ഇതിനോടകം സ്പോൺസർമാർ വഴി കണ്ടെത്തുവാൻ ആയിട്ടുണ്ട്. 415ഓളം കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നതിന് പുറമെ വിവിധ പ്രവർത്തനങ്ങൾ മമ്പാട് പാലിയേറ്റീവ് നടത്തിവരുന്നുണ്ട്. ഭക്ഷണ കിറ്റ് നൽകുന്ന പട്ടിണിരഹിത മമ്പാട് എന്ന പദ്ധതിയും ഭിന്നശേഷിക്കാർക്കായി ചുവടുകൾ എന്ന പേരിൽ ഡേ കെയർ പ്രവർത്തനവും നടത്തിവരുന്നു. മമ്പാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന 42ഓളം ക്ലബ്ബുകളുടെ കൂട്ടായ്മയാണ് ബിരിയാണി ചലഞ്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. സ്കൂൾ വിദ്യാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും ബിരിയാണി തയ്യാറാക്കുന്നതിനും പാക്ക് ചെയ്യുന്നതിനും സഹകരിക്കുന്നു. പാലിയേറ്റീവിന്റെ ധനസമാഹരണത്തിനായി നടത്തുന്ന ബിരിയാണി ചലഞ്ചിൽ മുഴുവൻ പേരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ചെയർമാൻ MB ജോസഫ്, ഭാരവാഹികളായ M അബ്ദുൽ മുനീർ, CM അബൂബക്കർ, വാർഡംഗം ഗീതാചന്ദ്രൻ, ഷാജഹാൻ V, P ഷബീർ അലി എന്നിവർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും 28 ലക്ഷം രൂപയും നഗരസഭയുടെ 15 ലക്ഷം രൂപയും ചെലവിട്ട് നിർമ്മിക്കുന്ന നിലമ്പൂർ KSRTC അരുവാക്കോട് ലിങ്ക് റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. പ്രവൃത്തികൾ PV അൻവർ MLA സന്ദർശിച്ചു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 310 മീറ്റർ നീളം വരുന്ന റോഡിന്റെ 250 മീറ്ററോളം ഭാഗം സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടതുണ്ട്. പണി പൂർത്തിയായാൽ അടിയന്തര ഘട്ടത്തിൽ ബൈപ്പാസ് എന്ന നിലയിലും റോഡ് പ്രയോജനപ്പെടുത്താനാകുമെന്ന് MLA പറഞ്ഞു. ഗവൺമെന്റിന്റെ CST വിഭാഗത്തിലെ കോർപ്പസ് ഫണ്ട് 2022-23 ഉൾപ്പെടുത്തി ഏകദേശം 28 ലക്ഷം രൂപയുടെ ഒരു വർക്കാണിത്. KSRTC തൊട്ട് അരുവാക്കോട് വരെയുള്ള ഈ ലിങ്ക് റോഡ് സൈഡ് പ്രൊട്ടക്ഷൻ നടത്തി നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള ഫണ്ടാണ്. റോഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി 15 ലക്ഷം രൂപ പ്രത്യേകം ഇതിന് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ 28 + 15 കൂടെ വരുമ്പോൾ നല്ല രീതിയിലുള്ളൊരു റോഡായി ആളുകൾക്ക് KSRTC ഭാഗത്തേക്ക് പോകാനും ഒരു ചെറിയ ബൈപ്പാസ് പോലെ എന്തെങ്കിലും ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ ഈ റോഡ് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ വിപുലമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രദേശവാസികൾക്ക് ഏറെ ഉപയോഗപ്രദമാകുന്നതാണ് ഈ റോഡ്. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി മോൾ, കൌൺസിലർ P ഗോപാലകൃഷ്ണൻ, പ്രദേശവാസികൾ തുടങ്ങിയവരും സംബന്ധിച്ചു. ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ 70ാം വാർഷികാഘോഷവും പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനവും വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 6 നടക്കുന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ ജോയ് മാത്യു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ 70ാം വാർഷികാഘോഷവും പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനവും വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 6 നടക്കുന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ ജോയ് മാത്യു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അതിൽ സംബന്ധിക്കുന്നു. മാനേജർ, അതുപോലെ തന്നെ പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള ശ്രീ ജോയ് മാത്യു, അദ്ദേഹമാണ് പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്ലാറ്റിനം ജൂബിലി 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വിവിധ പദ്ധതികളും പരിപാടികളും ഉള്ള ഒരു സംവിധാനമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാറ്റിനം ജൂബിലിക്ക് വേണ്ടി ഒരു ലോഗോ ക്ഷണിച്ചിട്ടുണ്ട്. കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, മറ്റ് പൊതുജനം അവരിൽ നിന്നെല്ലാം ലോഗോ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലോഗോയ്ക്ക് മാനേജ്മെൻറ്റ് മെമൻറ്റോയും ക്യാഷ് അവാർഡും നൽകുന്നുണ്ട്. കുന്നംകുളം മലബാർ ഭദ്രാസനാധിപനും സ്കൂൾ മാനേജറുമായ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മുഖ്യ സന്ദേശവും ലോഗോ പ്രകാശനവും PV അൻവർ MLA നിർവഹിക്കും. മാഗസിൻ പ്രകാശനം, സംസ്ഥാന ദേശീയ താരങ്ങൾക്കുള്ള ആദരവ്, എൻഡോമെന്റ്,
അവാർഡ് വിതരണം, മാനേജർക്ക് സ്വീകരണം, സപ്തമേഗ ക്വിസ്, ഗ്രാൻഡ് ഫിനാലെ, കുട്ടികളുടെ കലാസന്ധ്യ എന്നിവയും ചടങ്ങിൽ നടക്കും. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ പ്രചരണാർത്ഥം വ്യാഴാഴ്ച രാവിലെ സ്കൂൾ അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ പാലുണ്ട ജംഗ്ഷനിൽ നിന്നും സ്കൂളിലേക്ക് മാരത്തൺ നടക്കും. വെള്ളിയാഴ്ച രാവിലെ എക്സ്പോ 2024 ശാസ്ത്ര പ്രദർശന മേളയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ റവറൻ എസ് ജോർജ്, PTA പ്രസിഡന്റ് PB സുഭാഷ്, പ്രിൻസിപ്പൽ ബീന ടീച്ചറിയാൻ, പ്രധാനാധ്യാപിക ഷീജ തോമസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ചങ്കരത്ത, റജി P. എബ്രഹാം, ജോജി വർഗീസ്, ബിജു എബ്രഹാം, Y. സാംകുട്ടി, PT സജിമോൻ, എബ്ഹാം ഫിലിപ്പ്, NB അനീഷ് എന്നിവർ സംബന്ധിച്ചു. രാമംകുത്ത് PMSA UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. പത്തനാപുരം മൗണ്ട് തബോർ ദയറ സെക്രട്ടറി റവറന്റ് ഫാദർ ഫിലിപ്പ് മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. പരസ്യത്തിന്റെ പ്രധാന കാരണം ഒന്നെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ഒന്ന് പഞ്ചായത്തും രണ്ട് മുനിസിപ്പാലിറ്റിയും തമ്മിൽ ഉള്ള ഒരു ബോർഡറാണ്. അതിന്റെ നടുക്ക് വെച്ചാണ് ഇത് തിരിയുക. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. രണ്ടാമത് ഇതിന്റെ സ്ഥലത്തിൻ്റെതായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ മുഖ്യാതിഥിയായിരുന്നു. 35,000 സ്ക്വയർ ഫീറ്റിലാണ് ഇരുനില കെട്ടിടം ഉയരുന്നത്. ഹൈടെക് സ്മാർട്ട് ക്ലാസ് റൂമുകളും ലൈബ്രറി ലാബും അടങ്ങിയ ആധുനിക രീതിയിലുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കത്തോലിക്ക ബാവയായിരുന്ന പരിശുദ്ധ ബെസേലിയോസ് ദിദിമോസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ 1976 ഏറ്റെടുത്തതാണ് ഈ വിദ്യാലയം. ഈ പ്രകൃതി സൗഹൃദ വിദ്യാലയം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ആർക്കിടെക്റ്റുകളായ പത്തനംതിട്ടയിലെ ജർലിൻ ജിസ് എന്നിവരാണ്. നിലമ്പൂർ AEO K. പ്രേമാനന്ദ്, വാർഡ് കൌൺസിലർ അടുക്കത്ത് സുബൈദ, അടുക്കത്ത് ഇസ്ഹാഖ്, KC വേലായുധൻ, ബഷീർ K, അഷ്റഫ് T, കുഞ്ഞു മുഹമ്മദ് CK, ജലീൽ M, അബ്ദുൽ സലീം കുറ്റമ്പാറ, രജനി P, PTA പ്രസിഡന്റ് സുബൈർ KM, ഹെഡ് മിസ്ട്രസ് ജസി മറിയം, അധ്യാപകരായ വിനോദ് VK, ജോഷി K. മാത്യു എന്നിവർ സംസാരിച്ചു. കലിതുള്ളിയ വേനൽ മഴയിൽ നിറഞ്ഞൊഴുകി കുറുവൻ പുഴ. 12,000 ഉൾവനത്തിലെ കനത്ത മഴയെ തുടർന്ന് കുറുവൻ പുഴയിൽ ഉണ്ടായത് വലിയ മലവെള്ളപ്പാച്ചിൽ. ഒഴുക്കിൽപ്പെട്ട പശു ചത്തു. കലിതുള്ളിയ വേനൽ മഴയിൽ നിറഞ്ഞൊഴുകി കുറുവൻ പുഴ. 12,000 ഉൾവനത്തിലെ കനത്ത മഴയെ തുടർന്ന് കുറുവൻ പുഴയിലുണ്ടായത് വലിയ മലവെള്ളപ്പാച്ചിൽ. ഒഴുക്കിൽപ്പെട്ട പശു ചത്തു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴയ്ക്ക് വൈകുന്നേരത്തോടെയാണ് ശമനമുണ്ടായത്. 3 മണിയോടെ കുറുവൻ പുഴയിൽ വലിയ തോതിലുണ്ടായ മലവെള്ളപ്പാച്ചിൽ അടുത്ത കാലത്തുണ്ടായ വലിയ മലവെള്ളപ്പാച്ചിലായി മാറി. ജലനിരപ്പ് താഴ്ന്ന നിലയിലായിരുന്ന കുറുവൻ പുഴ മണിക്കൂറുകൾ കൊണ്ട് വലിയ മലവെള്ളപ്പാച്ചിലിന് വഴിമാറി. പെട്ടെന്ന് പുഴയിൽ ജലവിധാനം വലിയ തോതിൽ ഉയർന്നത് ജനങ്ങളെ ആശങ്കയിലാക്കി. ഇടിവണ്ണ H ബ്ലോക്കിൽ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന പശു വെള്ളത്തിൽ മുങ്ങി ചത്തു. 10,000 ഉൾവനത്തിൽ ഉരുൾപൊട്ടലുണ്ടായതാണ് മലവെള്ളപ്പാച്ചിലിന് കാരണമെന്നാണ് കരുതുന്നത്. അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലേക്ക് വിനോദസഞ്ചാരികളെ കടത്തിവിട്ടില്ല. സംരക്ഷണ വേലിക്ക് സമീപം വരെ ജലവിധാനം ഉയർന്നിരുന്നു. ജനുവരി മാസത്തിൽ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായതിന്റെ അമ്പരപ്പിലാണ് ജനങ്ങൾ. നിലമ്പൂർ നഗരസഭ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ VK മുരളി മുഖ്യാതിഥിയായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യം വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ ഊന്നൽ നമ്മൾ ഈ വർഷവും കൊടുക്കണം. അതിൽ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം, അത് ഞാനൊന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാം. അതൊന്ന് നമ്മുടെ FSTP എന്ന് പറഞ്ഞ ഒരു സംവിധാനം, ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞ സംവിധാനമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒന്നും ഞാനത് ഓടിച്ചു നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് വളരെ നിർബന്ധമാണ്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ രൂപീകരിക്കുന്നതിനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. കൃഷി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വയോജന ഭിന്നശേഷി സൗഹൃദം, മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലയിൽ വ്യത്യസ്ത പദ്ധതികളാണ് നഗരസഭ ആസൂത്രണം ചെയ്യുന്നത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് BOT അടിസ്ഥാനത്തിൽ നിർമ്മിക്കുവാനുള്ള പദ്ധതിയാണ് ഈ വർഷം നഗരസഭ ലക്ഷ്യമിടുന്ന ശ്രദ്ധേയമായ പദ്ധതി. എല്ലാ വീടുകളിലും ഗാർഹിക കുടിവെള്ള കണക്ഷൻ,
പൊതുജല സ്രോതസ്സുകളുടെ ശുചീകരണം, പ്രധാന സ്ഥലങ്ങളിൽ പൊതു ശൌചാലയം എന്നിവ ഉറപ്പുവരുത്തും. ഫ്രഷ് മീറ്റ്, ഫ്രഷ് മിൽക്ക് പദ്ധതികൾ ആരംഭിക്കും. നഗരസഭയിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും അംഗനവാടികളും സ്മാർട്ടാക്കും. PMAY ഭവന നിർമ്മാണ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന് പുറമെ അധിക വിഹിതം നൽകി ഭവനരഹിതരെ സഹായിക്കുവാനും നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട്. തൊഴിൽ ഉപജീവനം, മാലിന്യ നിർമ്മാർജ്ജനം, SC, ST, വനിതാ വിഭാഗങ്ങളുടെ ഉന്നമനം തുടങ്ങിയവ യുനെസ്കോ ലേണിംഗ് സിറ്റി പദ്ധതിയിലൂടെ നടപ്പാക്കുവാനും ശ്രമം നടത്തും. വികസന സെമിനാർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. ഇപ്രാവശ്യത്തെ വികസന സെമിനാർ നമുക്കറിയാം, നമ്മുടെ പദ്ധതികൾ പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടി. കാരണം ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വികസന സെമിനാറുകൾ നടത്തി നമ്മുടെ പദ്ധതിയിലേക്ക് കടക്കേണ്ട ആവശ്യകത ഉണ്ടായതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള വികസന സെമിനാർ സംഘടിപ്പിക്കേണ്ടി വന്നത്. 3 വർഷക്കാലത്തോളം അധികാരത്തിലിരിക്കുന്ന ഇന്നത്തെ മുനിസിപ്പാലിറ്റിയിലെ ഭരണം തീർച്ചയായും ജനങ്ങൾക്ക് ഞങ്ങൾ നൽകി. ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ പദ്ധതി രേഖ അവതരിപ്പിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K അരുൺകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം, സ്കറിയ കിനാത്തോപ്പിൽ, UK ബിന്ദു, ഷൈജി മോൾ, നഗരസഭാ സെക്രട്ടറി G ബിനുജി, കൌൺസിലർമാരായ ഷേർലി മോൾ, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. കരുളായി ഗ്രാമപഞ്ചായത്തിലെ കൊട്ടുപാറ ആദിവാസി കോളനിയിൽ വെച്ചാണ് യോഗം ചേർന്നത്. JSSന്റെ നേതൃത്വത്തിൽ നബാർഡ് ധനസഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി 3 വർഷം കൊണ്ട് 375 ആദിവാസി കുടുംബങ്ങൾക്ക് ചുരുങ്ങിയത് പ്രതിവർഷം 2 ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നബാർഡ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട 17 ആദിവാസി ഊരുകളിലാണ് പദ്ധതി പുരോഗമിക്കുന്നത്. ഊരുകളിൽ നിലവിൽ നടപ്പിലാക്കിയ ആട് വളർത്തൽ, പച്ചക്കറി കൃഷി, ഔഷധ സസ്യകൃഷി, തേനീച്ച വളർത്തൽ തുടങ്ങിയവയുടെ പുരോഗതിയാണ് യോഗത്തിൽ വിലയിരുത്തുന്നത്. 17 ഊരുകളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കൊട്ടുപാറയിൽ നിലവിൽ വൃത്തിഹീനമായ ചുറ്റുപാട് വൃത്തിയാക്കുവാനായി ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുവാനും പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് തിരിച്ച് സ്കൂളിലേക്ക് പോകുവാനുള്ള സംവിധാനങ്ങൾ ചെയ്യുവാനും തീരുമാനിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം PV അബ്ദുൽ വഹാബ് MP നിർവഹിച്ചു. ഞാൻ തന്നെയാണ് എല്ലാവരും ഞങ്ങൾ അയക്കുന്ന ആൾക്കാരുടെ ഉടമസ്ഥൻ. ഞങ്ങൾ നോക്കി ഞങ്ങൾ എവിടെയും 500-1000 കിട്ടുമെന്ന് നോക്കല്ല. നമ്മൾ ആത്മാർത്ഥമായി നോക്കി, സത്യസന്ധമായി നോക്കി, അതിൻ്റെ വരുമാനം ഒരു കൊല്ലത്തിൽ 1400 റുപ്യ ഓരോ റുപ്യ എല്ലാം കൊടുക്കണം. രൂപ വെച്ചിട്ട് 1400 ഉണ്ടെങ്കിൽ അതിൽ 14 ലക്ഷം കിട്ടുകയാണെങ്കിൽ 15 ലക്ഷം കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2 ലക്ഷം റുപ്യ മാസം ഒരു 275 ഫാമിലിക്ക് 2 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞാൽ എത്ര? 7 കോടി റുപ്യ വേണം അല്ലേ? 7 കോടി റുപ്യ ഉണ്ടാക്കുകയാണ്. നബാർഡ് ജില്ലാ മാനേജർ A മുഹമ്മദ് റിയാസ്, JSS ഡയറക്ടർ V ഉമ്മർ കോയ, ശകുന്തള, നിഖിൽ K, ദീപ C, സുനിൽ, രമ്യ, വിനുരാജ്, വസന്ത തുടങ്ങിയവർ സംസാരിച്ചു. തണൽ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുയാത്ര ഡേ ഹോം കെയർ അന്തേവാസികളുടെ കൂടെ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഏരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ 2001-2002 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് തണൽ സൗഹൃദ കൂട്ടായ്മ. ചുങ്കത്തറ പഞ്ചായത്തിലെ കോട്ടോപ്പാടത്ത് പ്രവർത്തിക്കുന്ന അനുയാത്ര അസിസ്റ്റഡ് ലിവിംഗ് ആൻഡ് ഡേ കെയർ ഹോമിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കി അവരോടൊപ്പം ഒരു ദിവസം ചിലവഴിച്ചാണ് കൂട്ടായ്മ അംഗങ്ങൾ പുതുവത്സരാഘോഷം നടത്തിയത്. ഇന്നെന്റെ വീട്ടിലെ കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാഞ്ഞേ. മാനസം തുമ്പിച്ച മന്ദാരവല്ലി നിർമ്മകുളങ്ങളോ അതോ കവിയും കഥനങ്ങളോ ആട്ടവിളക്കിൻ്റെ ഇടറും നാളത്തിനും ഇറങ്ങും പോയി പാവയോ.
കൂട്ടായ്മയിലെ 100ഓളം അംഗങ്ങൾ നൽകിയ സംഭാവന ഉപയോഗിച്ചാണ് ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കിയത്. ബാക്കി വന്ന തുക അനുയാത്രയുടെ സേവനങ്ങൾക്ക് സംഭാവന നൽകുകയും ചെയ്തു. കൂട്ടായ്മയിലെ അംഗങ്ങൾ ആടിയും പാടിയും ഭിന്നശേഷിക്കാരായ അന്തേവാസികൾക്കൊപ്പം ഒരു ദിവസം അനുസ്മരണീയമാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മലപ്പുറം ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ജില്ലാ പ്ലാനിംഗ് ആൻഡ് റിസോഴ്സ് കേന്ദ്രം എന്ന പേരിൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കെട്ടിട പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിക്കും. 4.75 കോടി രൂപ ചെലവിൽ 3 നിലകളിലായി 15,000 ചതുരശ്ര അടിയിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഓഫീസ് മുറികൾ, റെക്കോർഡ് റൂം, കോൺഫറൻസ് ഹാൾ, ലിഫ്റ്റ് ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങൾ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. RGSA സഹായത്തോടൊപ്പം 94 ഗ്രാമപഞ്ചായത്തുകളുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടികൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയാകും. ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് റൂറൽ ഡയറക്ടർ പ്രേംകുമാർ, ഓഡിറ്റോറിയം ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അർബൻ ഡയറക്ടർ അലക്സ് വർഗീസ് എന്നിവർ നിർവഹിക്കും. മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ഭൂമി ദാനം ചെയ്ത KP കുഞ്ഞാലിക്കുട്ടിയെ ചടങ്ങിൽ ആദരിക്കും. വടപുറം സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് നീലന്തറ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജസ്റ്റിൻ പാലായിത്തയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 21-ന് തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങും. തിരുനാൾ ദിനങ്ങളിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ നിഖിൽ കാഞ്ഞിരത്തിങ്കൽ, ഫാദർ ഷാജു മുളവേലിക്കുന്നേൽ, ഫാദർ നിഷ്വിൻ തേൻപള്ളിയിൽ, ഫാദർ ഡൊമിനിക് വളക്കൊടിയിൽ, ഫാദർ വിൻസെന്റ് മറ്റത്തിക്കുന്നേൽ, ഫാദർ ജോബി വട്ടമല, ഫാദർ ഡെയ്സൺ വിട്ടിയാടൻ, ഫാദർ ഡിജൻ പൊട്ടംപ്ലാക്കൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രധാന തിരുനാൾ ആഘോഷം 19 മുതൽ 21 വരെ നടക്കും. 19-ന് വൈകിട്ട് 5:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ചാൾസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 7:30 നാടകം ചന്ദ്രികാ വസന്തം. 20-ന് വൈകിട്ട് 5-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മാർട്ടിൻ ഇലഞ്ഞിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 7 മണി മുതൽ നടക്കുന്ന ഇടവക ദിനാഘോഷത്തിന് ഫാദർ ജോണി കല്ലുപുര മുഖ്യ അതിഥിയാകും. സമാപന ദിവസമായ 21-ന് വൈകിട്ട് 5-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 7-ന് നടക്കുന്ന പ്രദക്ഷിണത്തിന് ഫാദർ അജീഷ് ഐലാറ്റിൽ നേതൃത്വം നൽകും. തുടർന്ന് വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം, നേർച്ച ഭക്ഷണം എന്നിവയും ഉണ്ടായിരിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.